തരിക നീ എൻ്റെ ബാല്യം, തരിക നീ എൻ്റെ സ്വപ്നം, തരിക നീ എൻ്റെ ബാല്യം, തരിക നീ എൻ്റെ സ്വപ്നം. താഴിട്ടു പൂട്ടിയെങ്കിലും കാലമേ, താഴിട്ടു പൂട്ടിയെങ്കിലും കാലമേ, തുറക്കട്ടെ ഞാനെൻ്റെ ഓർമ്മതൻ ചെപ്പ്, തുറക്കട്ടെ ഞാനെൻ്റെ ഓർമ്മതൻ ചെപ്പ്, തുറക്കട്ടെ ഞാനെൻ്റെ ഓർമ്മതൻ ചെപ്പ്. തനിച്ചായ നേരം നനയ്ക്കാതെ വന്നൊരാ കളിക്കൂട്ടുകാരനാ മഴയിൽ കളിച്ചതും, പുതുമണം പകരുമാ മണ്ണിൽ ലയിച്ചതും, പൊഴിയുമാ തൂവല പാറിപ്പറന്നതും, പൊഴിയുമാ തൂവല പാറിപ്പറന്നതും. കണ്ടോട്ടെ കാലമേ, ചെപ്പ് തുറന്നു ഞാൻ പോയ കാലത്തിൻ്റെ നല്ലോർമ്മ കാണുവാൻ. കണ്ടോട്ടെ കാലമേ, ചെപ്പ് തുറന്നു ഞാൻ പോയ കാലത്തിൻ്റെ നല്ലോർമ്മ കാണുവാൻ, പോയ കാലത്തിൻ്റെ നല്ലോർമ്മ കാണുവാൻ. തരിക നീ എൻ്റെ ബാല്യം, തരിക നീ എൻ്റെ സ്വപ്നം, താഴിട്ടു പൂട്ടിയെങ്കിലും കാലമേ, തുറക്കട്ടെ ഞാനെൻ്റെ ഓർമ്മതൻ ചെപ്പ്. എല്ലാവരും ഗുരുതുല്യരാണ്. കുറെ ആളുകൾ ഇനി വരാനുണ്ട്. അവർക്കും നന്ദി പറയാണ്, വരാനുള്ളവർക്കും കൂടി. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിജയേട്ടൻ മൂപ്പേടത്ത്, അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം പറയുന്നു. പിന്നെ ഈ സ്കൂളിന്റെ കാര്യങ്ങളെ കുറിച്ച്, ഇതിന്റെ മറ്റു കാര്യങ്ങള് എന്തൊക്കെയാണോ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപിക, നമ്മളെല്ലാം പ്രിയപ്പെട്ട സുമയ ടീച്ചർക്ക് സ്വാഗതം പറയുകയാണ്. ഈ യോഗത്തിന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ഈ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ SMC സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഷാജി, SMC ചെയർമാൻ, അദ്ദേഹത്തിനും സ്വാഗതം പറയുകയാണ്. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ മുതിർന്ന ചില പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സരോജിനി ശരിക്കും നമ്മുടെ കുടുംബാംഗമായ രാഘവേട്ടനും, അതുപോലെ മുരളി പിഷാരടി, മധുപ്പുള്ളി പിഷാരടിക്കും എൻ്റെ പേരിൽ ഒരു പ്രത്യേക സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. 1906 സ്ഥാപിതമായ ഈ സ്കൂളിന്റെ 117 വർഷത്തെ ചരിത്രത്തില് ആദ്യമായി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുകയാണ്. നമ്മൾ ആദ്യം പഠിച്ച ഈ വിദ്യാലയത്തിന്റെ, ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത്
ഈ വരുന്ന ജൂലൈ 9 ഒരു മൂന്നിക പരിപാടിയായി ആസൂത്രണം ചെയ്ത ഈ യോഗത്തില് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചരിത്രത്തിൽ ഇടം പിടിക്കത്തക്കങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും വേണ്ടി 115ഓളം അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്വാഗത സംഘം സെക്രട്ടറിയായ ശ്രീ വിജയനാഥൻ വിശദമായി നിങ്ങളോട് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോരോ കമ്മിറ്റിയുടെ ചുമതല കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ, ദേശവാസികളെ, അഭ്യുദയകാംക്ഷികളെ, മിത്രങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഉദ്ദേശം ഒരു 4 മാസം മുൻപ് ഒരു ആലോചനാ യോഗത്തിൽ തുടങ്ങിയ പ്രവൃത്തികളെ പറ്റി ഒരു വിശദീകരണമാണ് എന്നിൽ നിന്നും ഇന്ന് ഈ സദസ്സ് പ്രതീക്ഷിക്കുന്നത്. 2024 നവംബർ 9 കാലത്ത് 9:30 രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കുന്ന ഒരു മുഴുനീള ദിന പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം ഇവിടെ അരങ്ങേറും. ഒരു 10 മണിയോടുകൂടി പ്രാർത്ഥന, അത് കഴിഞ്ഞ് അനൗപചാരികമായിട്ടുള്ള ഇടപെടലും ഓർമ്മപുതുക്കലുമൊക്കെയായി ലഘുഭക്ഷണത്തോടും ഉച്ചഭക്ഷണത്തോടും കൂടി ഉച്ചതിരിഞ്ഞിരുന്ന 1 മണിവരെ നമ്മൾ ഇവിടെ തന്നെ കാണും. പരസ്പരം കണ്ടുമുട്ടാനും പരിചയം പുതുക്കാനും ഈ സംഗമത്തിൽ ഹാജരാകുന്ന സദസ്സ് സമയം വിനിയോഗിക്കും. 3:15 നമ്മൾ കറുകത്തൂർ സെന്ററിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്ന് നമ്മോടൊപ്പമുള്ള പൂർവ്വ അധ്യാപകരെ, വാദ്യഘോഷാര അകമ്പടികളോടുകൂടി നാടൻ കലാരൂപങ്ങളും ദൃശ്യവിസ്മയങ്ങളുമായിട്ടുള്ള 1906 ശേഷം ഇന്ന് 2000 വരെയാണ് നമ്മളൊരു മാനദണ്ഡം പോലെ വെച്ചിരുന്നത്. ആ കാലഘട്ടം വരെ പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരും ആ കാലഘട്ടം വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും ഇന്ന് നമ്മോടൊപ്പമുള്ളവർ അവർക്ക് ഏറെ പ്രിയപ്പെട്ട ശിഷ്യരാൽ തന്നെ വേണമെന്ന് നിങ്ങളോട് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ച ഇപ്പൊ ഒരു വാട്സപ്പ് കൂട്ടായ്മയില് നമ്മള് ഓരോരുത്തരും എന്നെ ഈ കാലഘട്ടത്തിൽ എന്നെ മാഷ് പഠിച്ചിട്ട് ഞാൻ പഠിച്ച പഠനകാലം ഇവിടെ പഠിപ്പിച്ച പലരിലേക്കും ചെന്നെത്താൻ ഞങ്ങള് ദൈനംദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അകലങ്ങളിൽ എടപ്പാൾ ഇവിടെ എല്ലാവരുടെ മുന്നിലും അനാവരണം ചെയ്യപ്പെടണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ സംഘാടക സമിതി കോംപ്രമൈസ് ഇല്ലാതെ വളരെ കണിശമായും സൂക്ഷ്മമായും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലരെയും കണ്ടുമുട്ടാൻ സഹായിച്ചത് ആ വാട്സപ്പ് കൂട്ടായ്മയിലേക്കാണ് പഠിച്ചത്. അവിടുത്തെ കാലം ഒരുപാട് മുന്നോട്ട് പോകും. സദാസമയം 92ാമത്തെ വയസ്സിലും സഞ്ചരിക്കുകയാണ് എന്നുള്ളത്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ നാമകരണം ഞാൻ ഇവിടെ നിർവഹിക്കുന്നു. സ്റ്റേജിലെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഓർമ്മകളുടെ ഒരു യാത്ര, സ്മൃതിപഥം. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ വിജയനാണ് ഇത് തയ്യാറാക്കിയത്. അദ്ദേഹത്തെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. കവർ തുറന്ന് നമ്മുടെ ബഹുമാന്യരായ സരോജിനി അത്യശ്വർക്ക് നൽകും. അവരത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്.
സംഗമത്തിന്റെ ഗ്രോസർ പ്രകാശനമാണ് ഇവിടെ നടന്നത്. എന്റെ പടിഞ്ഞാറ് മഠത്തില് ഇനി വയസ്സിൽ മൂത്ത ആളായിട്ട് ആരും തന്നെയില്ല. അത് കാരണം ഞാൻ എത്ര ഇല്ലെങ്കിൽ അത് 10 വർഷം വന്നു. എല്ലാവരും ഞാൻ ഈ സ്ഥലത്തെ മഠത്തെ സ്ഥലം സ്കൂളിനാണ് കൊടുത്തത്. ആദ്യമാണ് ചാത്തന്നൂര് സ്കൂൾ സ്ഥാപിച്ചത് ഞങ്ങളുടെ വീട്ടിലെ വിദ്യാലയമാണ്. അതിന് ശേഷം ഈ സ്കൂളിൽ നിന്ന് തിരിഞ്ഞ് 8ാം ക്ലാസ് വരെ ഇവിടെ വായിക്കുന്നു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് മുതൽ 8ഉം 9ഉം ക്ലാസ്സുകൾ നാട്ടിലെ 10,000 അതിന് ശേഷമാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഈ സ്കൂളുകളെ സ്ഥാപിച്ചു. ഹൈസ്കൂളുകളിൽ അന്ന് ഞങ്ങളുടെ കാലത്ത് SSLC പാസ്സായത് ആരും പെണ്ണുങ്ങൾ പുറത്തു പോയി പഠിക്കില്ല. അതിന്റെ പുറമെ അടുത്തത്തെ ആണ് ആയിട്ടുള്ള സ്കൂളിൽ ആദ്യമായിട്ട് ഹൈസ്കൂൾ ചേർന്നിട്ട് പഠിച്ചത്. ഞങ്ങളൊന്നും ചെറുപ്പം മുതൽക്ക് പുറത്തു പോയി പഠിക്കില്ല, പെണ്ണുങ്ങളെ പുറത്തേക്ക് വീടില്ല, അങ്ങനത്തെ കാലമായിരുന്നു. അതിനാൽ ഞങ്ങളൊക്കെ മുന്നേ വീട്ടിലിരുന്നു. പിന്നെ തുറന്ന് പഠിക്കാൻ പറ്റിയില്ല. അത് കാരണമാണ് നിങ്ങളൊന്നും പിന്നെ പഠിക്കാത്തത്. ഈ സ്കൂളിലത്തെ കുട്ടൻ നമ്പ്യാർ മാഷ്, കുഞ്ഞൂട്ടൻ നമ്പ്യാർ മാഷ്, കുട്ടൻ നമ്പ്യാർ മാഷ് ഈ സ്കൂളിലത്തെ മാഷായിരുന്നു. കുഞ്ഞൂട്ടൻ നമ്പ്യാർ മാഷ് ഇവിടുത്തെ സംസ്കൃത ടീച്ചറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തലമുറയിൽ ചാത്തേരിക്കൂർ സ്കൂളിൽ ഹെഡ് ടീച്ചറായി തിരിഞ്ഞു പോയതാണ് ഞങ്ങളുടെ വീട്ടിലെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ടോ അതെങ്കിലൊക്കെ ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. വേറെ എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആദ്യമായി നടക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘമാണ്. ഇത് വളരെ വിപുലമായി നടത്തുന്ന പരിപാടി വളരെ സക്സസ് ആയി നടത്താൻ ഞാൻ ഇതിന്റെ സംഘാടകർക്ക് ആശംസിക്കുന്നു. ഇതിൽ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞാൻ സംഘാടകർക്ക് ഇതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പ്രദർശിപ്പിക്കും. അതിന് മുന്നേ രാജേന്ദ്രന് ചെയ്യേണ്ട ഒരു പ്രധാന സംഭാവനയ്ക്കുള്ള രസീതി നൽകിക്കൊണ്ട് ഈ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് 10,000 രൂപയാണ്. ഈ പ്രോഗ്രാമിന്റെ ആദ്യ സംഭാവനയിൽ നമുക്ക് ലഭിച്ചത് 10,000 രൂപയാണ്. നമുക്ക് ഏറെ പ്രിയങ്കരനായ വളരെ സീനിയറായ നന്ദി കരുത നമുക്ക് ഈ സ്ക്രീനിൽ കാണാം. ഏതൊരാൾക്കും നടത്തുന്ന ഓർമ്മകളുണ്ടായി. അത് ആകാശം കുറിച്ച സൈനിക വിദ്യാലയത്തെ കുറിച്ചാകുമ്പോൾ ആഴത്തിൽ മനസ്സിൽ തന്നു പോയതാവും.
ചാത്തന ജീവിതത്തിൽ സ്കൂളും ഈ പരിസര പ്രദേശങ്ങളിലെ അനവധി പേരുടെ വിവിധ തുറകളിലെ ഉയർച്ചകൾ കാണിക്കുന്നതായിട്ടുണ്ട്. ചാത്തന സ്കൂളിന് വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. 1904 മടപ്പള്ളി പിശാച എല്ലാം ഞാൻ നേരിട്ട് അനുഭവിച്ച് കണ്ടിട്ടുള്ളതാണ്. അന്ന് ഒന്നാം മുതൽ 1-ാം ക്ലാസ്സിലെ അധ്യാപികയായിരുന്നു. ഏതാണ്ട് 25 വർഷത്തോളം 1-ാം ക്ലാസ്സിലെ അധ്യാപികയായിരുന്നു. ഇപ്പൊ എന്റെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിന്റെ ചരിത്രത്തില് ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് ഒരിക്കൽ ഒരു ചെറുതായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പേരിലല്ലെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിംഗ് ഈ ശ്രീധരനൊക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി, അനുഗ്രഹം എന്ന പേരിൽ. പക്ഷെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഇവിടെ തുടങ്ങി വെക്കുന്ന ഈ അതില് ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ ജീവജാലങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണത്തിന്റെ ഒരു കാര്യമാണ് എന്റെ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അത് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ്. അത് നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ചെയ്യാൻ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് വളരെ മിതമായ ഭക്ഷണം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിൽ സർവേശ്വരൻ നടത്തിത്തരും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ സംഗമത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി എൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞ് കൂടുതൽ ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല. എനിക്ക് യാത്ര അധികം പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല. കാര്യങ്ങൾ പറയാതെ അത്രയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. പബ്ലിസിറ്റി കമ്മിറ്റിയെ കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കും വേണ്ടിയിട്ടാണ് എന്നെയും എന്റെ പ്രവർത്തകരെയും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ആദ്യപടി ആണ് ഇന്ന് ബ്രോഷർ പ്രകാശനം ചെയ്തിരുന്നത്. ഞങ്ങളുടെ മീറ്റിംഗ് 1-2 വട്ടം നടത്തിയിരുന്നു. കൂടാതെ അടുത്ത സംഗമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ കമ്മിറ്റി എല്ലാവിധ പ്രവർത്തനവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദരണീയായ സ്മൃതിപഥത്തിന്റെ അധ്യക്ഷൻ ശ്രീ വിജയേട്ടൻ, അതുപോലെ ആദരണീയരായ ഇവിടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും, പ്രായാധിക്യത്തിന്റെ വിഷമങ്ങളെല്ലാം മറന്ന് അവരുടെ എത്തിയതിൽ ഞാൻ ആദ്യമായി അവരെ അനുമോദിക്കുകയാണ്. ഇവിടെ ഈ സ്മൃതിപഥത്തിന്റെ പ്രവർത്തനം പിടിച്ച വളരെ യുവാക്കളായിട്ടുള്ള പ്രതിനിധികളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ ആ പ്രവർത്തനം നമ്മുടെ നാടിന്റെ പ്രത്യേകിച്ച് ചാത്തന്നൂരിന്റെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും സംസ്കാരത്തെയും വിളിച്ചോതുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീരുമാനിച്ചിട്ടുള്ള ഈ സംഗമത്തിന്റെ ഡെക്കറേഷൻ കമ്മിറ്റിയുടെ ഒരു ചുമതലക്കാരനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ കമ്മിറ്റിയിൽ 10-ലധികം പേരുണ്ട്. ഈ പരിപാടി മനോഹരമാക്കാൻ എന്തെല്ലാം തരത്തിൽ ഉണ്ടായി. നമുക്ക് ഈ ഹാളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രധാനമായി അന്ന് കമ്മിറ്റിയിൽ വന്ന തീരുമാനപ്രകാരം പ്രധാന ഗേറ്റ് കവാടം ഈ മെയിൻ റോഡിനോട് ചേർന്നിട്ടും, രണ്ടാമത്തെ ഡെക്കറേഷൻ ഈ ഗേറ്റിലും, അതുപോലെ ഭക്ഷണശാലയുടെ ഭാഗത്തേക്കുള്ള ഗേറ്റ്, അതുപോലെ പ്രധാന റൂട്ടിലേക്ക് വടക്കോട്ട് ഏതാണ്ട് നമുക്ക് ഒരു 100 മീറ്ററെങ്കിലും 100 മീറ്റർ വിട്ടിട്ട് അവിടെ നിന്നോട്ട് തോരണങ്ങൾ ചാർത്തിയിട്ട്, അതുപോലെ തെക്കോട്ടുള്ള കറുകുത്തൂർ റൂട്ടിൽ നമ്മുടെ മില്ലിന്റെ അവിടെ നിന്നോട്ട് അങ്ങനെയുള്ള ഒരു സജഷനാണ് വന്നിരിക്കുന്നത്. ഇത് വലിയ ദൂരമൊന്നും അല്ലെങ്കിലും ഈ ഡെക്കറേഷൻ ഇതിന് സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ചെലവ് വരുന്ന വിഷയമാണത്. നമുക്ക് ഡെക്കറേഷൻ ചെയ്ത എത്ര മാത്രം അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാം എന്നുള്ളത്
അതിന്റെ സാമ്പത്തികം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും. ഏവർക്കും എൻ്റെ നമസ്കാരം. ഈ വിഷയം പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മള് നവംബർ 9 സ്മൃതിപഥം ശനിയാഴ്ച, പിറ്റേന്ന് ഞായറാഴ്ച, തിങ്കളാഴ്ച രാവിലെ ഇവിടെ കുട്ടികൾ സാധാരണത്തെ പോലെ പഠിക്കാൻ വരും. നമുക്ക് ഈ സ്കൂളിനെ തിരിച്ച് അതേപോലെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയിൽപ്പെട്ട ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും ഓരോ മുക്കിലും മൂലയിലും അവിടെ ശ്രദ്ധ വേണം. അതായത് വേസ്റ്റ് പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ നമ്മൾ ഒരു ചായ കുടിച്ചു, ആ ചായ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 4 ഭാഗത്തും കാണാം. ഇവിടെ ആകെ ഒരു ജോലിക്കാരി ഉള്ളൂ, നമ്മുടെ കാർത്തികേനിക്ക് പണി ഉണ്ടാക്കി കൊടുക്കരുത്. പിറ്റേ ദിവസം സോറി ശാരദ, തെറ്റി ശാരദ. കാരണം അവർ ഒറ്റയ്ക്ക് ചെയ്താൽ തീരില്ല. അപ്പൊ ഫുഡ് കമ്മിറ്റി ആയാലും മറ്റുള്ള ഏത് കമ്മിറ്റിക്കാരായാലും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം കമ്മിറ്റിക്കാർക്ക് മാത്രമല്ല, പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഫിനാൻസ് കമ്മിറ്റി. നമ്മൾ എന്ത് പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോഴും അത് സ്വരൂപിക്കാൻ വേണ്ടി ഒരു ധാരണയായിട്ടുള്ളത്. 2000 വരെ പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ അവരെല്ലാവരും സംഗമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് 10 ലക്ഷം രൂപ ഒരു വലിയ സംഖ്യയായിട്ട് തോന്നുന്നില്ല. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച LP സ്കൂളിന്റെ കാര്യമാകുമ്പോൾ അത് എല്ലാവർക്കും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളായതുകൊണ്ട് ഈ സ്കൂളിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും അതിന് സഹകരിക്കുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പൊ അത് എല്ലാവരും ഇനി ചുരുക്കം, അതായത് ഒരു മാസം 30-31 ദിവസം ഇനി നമ്മളെ മുന്നിലുള്ളൂ. അപ്പോ 2 മാസം സോറി. അപ്പോ എല്ലാവരും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരിലേക്കും ആ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്മൃതി പദത്തിന് വേണ്ടി കറുകപ്പുത്തൂർ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ കമ്മിറ്റിയുടെ ഈ ട്രഷററുടെ പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. അതെന്താന്ന് വെച്ചാല് ബാക്കി ഒരു ഈ നമ്മൾ സ്കൂളിന്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ അല്ലെങ്കിൽ അലുമിനി അല്ലെങ്കിൽ ഏത് പേരിലും ഒരു അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങുന്നത്, ബാങ്കിന് ചില നോംസ് ഉണ്ട്. അപ്പൊ അത് എല്ലാം പൂർത്തീകരിച്ചു വരുമ്പോൾ അതിന് ബാങ്ക് കാർഡ് വേണം, അതല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ കുറച്ച് നിയമം. നമസ്കാരം. എന്നെ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഭംഗിയായിട്ട് നമ്മുടെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഒരു സംഘം ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ രാജ്യത്തിൽ ആരും ഇതുവരെ നടത്തിയിട്ടില്ല. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാം നടത്തിയിട്ടുണ്ട്. സംഘമായിട്ടും എല്ലാം ഗംഭീരമായിട്ട് എല്ലാ പരിപാടിയും നടത്താറുണ്ട്. പക്ഷെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും ഗംഭീരമായി തന്നെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്നെ ഈ കമ്മിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഞാന് ഒരു കമ്മിറ്റിയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. എല്ലാ രംഗത്തും എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അത് ഏറ്റവും ഗംഭീരമായി തന്നെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം. ഈ ഒരു കമ്മിറ്റി തന്നെ എല്ലാം ചെയ്യട്ടെ ആരും വിചാരിക്കുന്നത്. ബാലചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം ഒന്നായി കണ്ട് എല്ലാവരും ഒരുമിച്ച് പോയാൽ എന്റെ സംരംഭം വിജയിക്കുന്നു. അത് എല്ലാവരും മനസ്സിലെത്തുക. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച മുഴുവൻ ആളുകളും വളരെ വിശദമായി കൊണ്ട് തന്നെ സംസാരിച്ചു. നമ്മളൊക്കെ പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആദ്യാക്ഷരം കുറിച്ച ഈ സ്കൂളിനെ നമ്മൾ തങ്കലിപികളാൽ നമ്മുടെ ഹൃദയത്തിലൂടെ എന്നും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ആരും പറയാതെ തന്നെ നമുക്കറിയാം. ഇവിടെ ഈ വിദ്യാലയം ഉണ്ടായ ആ കാലഘട്ടത്തെ കുറിച്ചും അതിന് ജീവത്യാഗപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളെ, നമ്മുടെ ഗുരുനാഥന്മാരെ ആദരിക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെ ഈ നാടിന്റെ തന്നെ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതില് ഓടി നടന്ന് മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും ചെയ്ത പിന്നെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും സബ് കമ്മിറ്റി അംഗങ്ങളെയും മറ്റ് ഏറ്റവും ബഹുമാന്യരെയും ഈ വേദിയിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മള്
ഓരോ കാര്യം ചെയ്യുമ്പോഴും കൃത്യം ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ച് കൃത്യമായി അവരുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ മെയിൻ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഞാൻ ഉൾപ്പെടുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബാലചന്ദ്രൻ, രവീന്ദ്രൻ, സനൂപ്, മറ്റ് ഇനിയും കുറച്ച് സുഹൃത്തുക്കളുടെ പേര് കൂടി പറയാനുണ്ട്. അവരൊക്കെ ട്രാൻസ്പോർട്ട് കമ്മിറ്റി എന്നുള്ളതിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെ സ്വന്തം മക്കളെ പോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നതാണ് നമ്മുടെ വാഹനങ്ങൾ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ വാഹനങ്ങൾ ഇവിടെ വരുമ്പോൾ അത് കൃത്യമായി അതിന്റെ കേടുപാടുകളും കൂടാതെ വിശ്വസനീയതയോടുകൂടി അതിൻ്റെതായിട്ടുള്ള നിർദ്ദേശിച്ച സ്ഥലത്ത് പാർക്ക് ചെയ്യുകയും അവരുടെ സൗകര്യാർത്ഥം അവർക്ക് അത് കൊണ്ടുവരാനും കൊണ്ടുപോകാനുമുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റിക്ക് വേണ്ടി ഈ സ്കൂളിലത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഞങ്ങളുടെ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളുടെയും സഹകരണത്തോടു കൂടി ഇതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കമ്മിറ്റി കമ്മിറ്റിക്ക് എന്താ പറയാ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, നമ്മുടെ പ്രോഗ്രാം തുടങ്ങി അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന്. പിന്നെ അതിനിടയിൽ ഇപ്പൊ ഒരു ഏറ്റവും അവസാനത്തെ ഒരു കലാവിരുന്ന്, ഇതിലൂടെ പ്രോഗ്രാം നടന്ന് രാവിലെ തുടങ്ങി അവസാനിക്കുന്നത് വരെ എല്ലാ തരത്തിലും ഒരു എന്താ പറയാ, യാതൊരുവിധ മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ വാക്കുകളും പൂർണ്ണ ഉത്തരവാദിത്തോടെ ചെയ്ത് അവസാനം വരെ എന്റർടൈൻമെന്റ് കമ്മിറ്റി കൂടെ ഉണ്ടാവും. ഇത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശിവരാമേട്ടന്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി ഉള്ളത്. മറ്റു നാട്ടിലെ കുറച്ച് കലാകാരന്മാർ കൂടി ചേർന്നിട്ടാണ്. ശിവരാമേട്ടന്റെ സാന്നിധ്യത്തിലാണ് ഞാനിവിടെ പറയുന്നത്. എന്തായാലും അവസാനം വരെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാവണം എന്നിവരെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപക്ഷെ ഇതുവരെ ഒരു വിദ്യാലയവും ചെയ്യാത്ത ചില ആഗ്രഹങ്ങളും കാര്യങ്ങളുമാണ് ഈ സ്മൃതിപഥം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ ആളുകളെയും കൃത്യമായി തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും മാത്രമല്ല എല്ലാ ആളുകളുടെയും ക്ലാസിഫിക്കേഷൻ, അവരേത് മേഖലയിൽ ആണ് ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മളിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏത് മേഖലയിൽ നിൽക്കുന്നു എന്ന കാര്യം ഒരു വിദ്യാലയത്തിനും ഇന്ന് അറിവുള്ളതല്ല. അത് നമ്മളിലൂടെ ഏറ്റവും ആദ്യമായി ഒരുപക്ഷെ ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന തരത്തിൽ രജിസ്ട്രേഷൻ കമ്മിറ്റിക്കുള്ളത്. ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. പരമാവധി പേപ്പർലെസ് ആയാണ് രജിസ്ട്രേഷൻ നടത്തുക. അതിനുവേണ്ടി കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ അനായാസമായ രീതിയിൽ ഏതൊരു വ്യക്തിക്കും രജിസ്ട്രേഷൻ ചെയ്യുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അതോടൊപ്പം കാശ് വിഡ്രോ ചെയ്യുമ്പോൾ, അതായത് അതിന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുമ്പോൾ 3 പേര്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, 3 ഔദ്യോഗിക സ്ഥാനത്തുള്ള 3 ആളുകൾ അത് ഒപ്പിട്ടിരിക്കും. മാത്രമല്ല ഫൈനാൻസ് കമ്മിറ്റിയിലുള്ള 2 പേരെ അത് അറിയിച്ചിരിക്കും. അപ്പൊ അത്ര സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി ഫൈനാൻസ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. പിന്നെ ഇതിന് ഉൾപ്പെടാത്ത ഒരു കാര്യം, നമ്മുടെ സുമയ ടീച്ചർ പറഞ്ഞതുപോലെ സ്കൂളിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ ടീച്ചർ വെച്ചു. അപ്പോ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പഴയ കെട്ടിടങ്ങളുടെ അഭിപ്രായം മാത്രമാണ്, ഞാൻ അതിനെക്കുറിച്ച് അതിന്റെ സാങ്കേതിക വശങ്ങളും എനിക്കറിയില്ല. പഴയ കെട്ടിടങ്ങളുടെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ അത് എത്രത്തോളം നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ആലോചിച്ചാൽ, എന്ന് വെച്ചാൽ ആ കെട്ടിടങ്ങൾ എത്രത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ബലവത്താണെന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മൾ 1,35,00,000 രൂപയുടെയൊക്കെ ബഡ്ജറ്റ് ഇതിനൊക്കെ എസ്റ്റിമേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ എത്രയോ ചുരുങ്ങിയ കാശ് കൊണ്ട് ചിലപ്പോൾ നമുക്കത് ബലപ്പെടുത്തി വേണമെങ്കിൽ ചുമര് അല്ലെങ്കിൽ അതിന്റെ റൂഫ് പൊക്കാനോ അതല്ല അതിന്റെ തനിമ നഷ്ടപ്പെടാതെ നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ഒരു ആലോചനയിൽ വരണമെന്ന് ഇപ്പോൾ ഇതിന് പറയേണ്ട വിഷയങ്ങളല്ല. പക്ഷെ നമുക്ക് അതിന് സർപ്ലസ് എമൗണ്ട് വരുമ്പോൾ എന്തായാലും നമ്മൾ ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. അപ്പൊ അതും കൂടി പരിഗണിക്കണമെന്ന് ഒരു നിർദ്ദേശമായി കൂടെ തോന്നിയത്. സ്കൂളിന്റെ ഒരു പഴയ
തനിമ നിലനിർത്താൻ എത്രത്തോളം കഴിയുന്ന ഒരു അതൊരു ആഗ്രഹമാണ്. അത് പഴനിയിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത്. ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് തന്നെ ഒരു കാലം കഴിഞ്ഞാൽ അങ്ങനത്തെ രീതി കാണാൻ പറ്റില്ല. പിന്നെ റിസപ്ഷൻ ടീമില് ബാലേന്ദ്രൻ പറഞ്ഞു മെഡിക്കൽ സൗകര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ എന്റെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് കൂടെ സ്റ്റാൻഡ് ബൈ വേണ്ടി വരും എന്നുള്ളതാണ്. ഇതിന്റെ ആദ്യ യോഗം ജൂലൈ 13 എന്റെ ഓർമ്മ. അപ്പൊ ജൂലൈ 13 ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2-3 യോഗങ്ങൾ വിളിച്ചതൊന്നും അന്നൊന്നും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം യോഗങ്ങൾക്കൊന്നും ആദ്യമായിട്ടാണ് ഇപ്പൊ ഇന്ന് വരുന്നത്. അപ്പോ വിജയരാഘവേട്ടൻ പറഞ്ഞെങ്കില് തീരെ സഹകരിച്ചില്ല. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ എന്നോട് കുറെ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ മനഃപൂർവ്വം അല്ലാതെ അങ്ങനെ സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ്. പിന്നെ ഈ സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ്. കാരണം ഇതിനെ ആളുകളെ എത്തിക്കുക എന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മളിവിടെ ഞാൻ ഇന്നൊരു 10-200 പേരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും ആളുകളില്ല. കാരണം ഓരോരുത്തരും കരുതുന്നത് ഇപ്പൊ ബാച്ച് ആണെങ്കിൽ അത്രയും പേര്, അപ്പൊ ഒരു 50 പേരോ 40 പേരോ, അപ്പൊ അവരെ ഇനിഷ്യേറ്റീവ് എടുത്ത് വിളിക്കും. ഇതിപ്പോ നമുക്ക് വിളിക്കാൻ തന്നെ പരിമിതികളുണ്ട്, കണ്ടെത്താനും പരിമിതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നമുക്ക് നല്ല രീതിയിൽ സംഘടിപ്പിക്കണമെങ്കിൽ ഇനിയും വളരെ വലിയൊരു എഫർട്ട് വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ചാൽ മാത്രം തന്നെ നടക്കുള്ളൂ. എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ശ്രമം തുടങ്ങിയ തുടക്കം മുതൽ തന്നെ വിജയരാഘവേട്ടനാണ് ആദ്യമായിട്ട് എന്നോട് ഈ സംഗതി പറയുന്നത്. ഏകദേശം ഒരു 5-8 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നേരിട്ട് പറഞ്ഞതാണ്. പിന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും വ്യക്തിപരമായി ഞാൻ നന്ദി. വ്യക്തിത്വങ്ങള്, അഭിനന്ദ ഗുരുജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്മൃതിപഥം എന്ന പേരിട്ട ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം സാധാരണ ഹൈസ്കൂളുകളിലാണ് ഇപ്പോ ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരി LP സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനം അർപ്പിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ പറയാൻ വേണ്ടി സുമയ ടീച്ചർ ഇവിടെ കുറിച്ച് വിവരിച്ചിരുന്നു. അത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുക എന്ന ഒരു കർമ്മമാണ് എന്നിൽ വന്നിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ നാമകരണം സ്മൃതിപഥം എന്ന നാമകരണം നൽകിയ ബഹുമാന്യ ശ്രീ മുരളി പിഷാരടി അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വളരെ ഭംഗിയായിട്ട് ഒരു ബ്രോഷർ നിർമ്മിച്ച് അതിന്റെ പ്രകാശനം നിർവഹിച്ച ശ്രീമതി സരോജിനി അപ്പശ്ശി അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ബ്രോഷർ നിർമ്മിച്ച നമ്മുടെ വിജയേട്ടനും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം യൂട്യൂബ് ചാനൽ പ്രകാശനം ഉണ്ടായി. യൂട്യൂബ് ചാനലിന്റെ പ്രകാശനം നിർവഹിച്ച രാഘവൻ സാറിന്, അതുപോലെ തന്നെ ആദ്യ സംഭാവന നൽകിയ ശ്രീ രാഘവൻ സാറിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സംഭാവനകൾ ഒരുപാട് വരട്ടെ എന്നും നമ്മുടെ സ്മൃതിപഥം അതിഗംഭീരമാകട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. അതിലൂടെ അതിനുശേഷം സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ച സ്കൂളിന്റെ പ്രിയപ്പെട്ട ശ്രീമതി സുമയ ടീച്ചർ അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അതിനുശേഷം സ്വാഗത സംഘം കമ്മിറ്റി ഒരുപാട് ഉണ്ടായി. അതിൽ ഓരോരുത്തർക്കും എന്റെ വ്യക്തിപരമായ
പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കൂ ബാലേട്ടൻ. എടുക്കൂ. കാരണം ബാലേട്ടൻ്റെ അമ്മ ഓലപ്പുരയിലിരുന്ന് പഠിച്ചതും അവിടുന്ന് ഒന്നൊന്നും റീകളക്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് അവിടെ ഇങ്ങോട്ട് പോരോ ഇങ്ങോട്ടിരിക്കോ അയ്യോ ഒന്നുമല്ല കേട്ടോ ഞങ്ങള് ഒന്നും വേണ്ട ചുമക്കുള്ളൂ. അപ്പോ അല്ല ബാലേട്ടനോട് വളരെ സ്വാതന്ത്ര്യം എടുത്ത് പെരുമാറിനിട്ടോ ദേഷ്യം തോന്നരുത് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ അടുപ്പം തോന്നുന്നു മാനസികമായിട്ട് എന്നുള്ളതാണ്. അതെ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ആ കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തെടുക്കുമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യണതും. കാരണം ഇത് വേറൊരു നിർബന്ധം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുട്ടികൾക്കൊക്കെ വായയിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല ഒരു കുട്ടി. ഒരു പഴയ കാലഘട്ടം അവരുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്കും ഉണ്ട്. ആ ചളിവരമ്പത്ത് കൂടെ ചെരുപ്പില്ലാണ്ട് നടന്നതും ഷർട്ടിന് പകരം ഷർട്ടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാലേട്ടനെ പോലുള്ള സീനിയർ തലമുറ ക്ലാസ്സിലെ ഈ കരിമ്പിനെ കൊട്ടോണ്ടുണ്ടാക്കി. അത് ശരി, അതിലായിരുന്നു ഒരു ഓലപ്പേരായിരുന്നു. ഇപ്പൊ നമ്മുടെ ഓഡിറ്റോറിയന്മാരില്ലേ അവിടെ ഒരു ഓലപ്പേരായിരുന്നു. അത് ശരി, അതിലായിരുന്നു പഠിച്ചത്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു മാഷുമാർ ആ കാലത്ത്? അതെ, നായർ മാഷല്ലാതെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പെരുമാഷായിരുന്നു ആദ്യം. ശേഷകരായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറിയിട്ട് പത്മനാഭയ്യരായി. അതെ, അന്ന് 7 ഷാരോടി മാഷ് ഞാൻ അറിയുള്ളൂ. ഷാരോടി മാഷ് പറഞ്ഞ കൃഷ്ണപിഷാരടി, അത് പുള്ളിക്കാരെ കൃഷ്ണപിഷാരടി. നാരായണകൃഷ്ണൻ മാഷ് 1ാം ക്ലാസ്സിലെ മാഷുണ്ടായിരുന്നു. അച്ഛൻ അതന്നെ നമ്മുടെ കരുണാകരനുണ്ട് ഗ്രാൻഡ് ഫാദർ ആവും. ഇത് ശാന്തനായിട്ട് നല്ലൊരു മനുഷ്യൻ, ഭയങ്കര സാത്വികമായിട്ടുള്ളായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയിട്ട് അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റാ കരുണാകരൻ മാഷ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാല് യേശു മാഷ ക്ലാസ്സാ അടിയോട്ടാട്ടി. വർഗീസ് മാഷ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാഷായിരുന്നു. ആവശ്യത്തിന് അടിക്കുള്ളൂ. നാരായണേഷൻ അങ്ങനെയല്ല, വേണ്ടെങ്കിലൊക്കെ കൊടുക്കും. നല്ല രസമായിരുന്നു. അതെ, അയ്യോ എന്തൊരു നല്ല കാലമായിരുന്നു അറിയോ. ഇവിടുന്ന് മാക്സിമം എല്ലാ മെമ്പേഴ്സും ആ സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചത്? LP-യിൽ കല്ലിപ്പറമ്പിലെ ഫാമിലി മെമ്പേഴ്സൊക്കെ LP-ൽ അവിടെ തന്നെയല്ലേ പഠിച്ചത്? അതെ അല്ലേ, 5ാം ക്ലാസ് വരെ എല്ലാവരും അവിടെ പഠിച്ചു. 5ാം ക്ലാസ് വരെ. അന്ന് 5 വരെ 7 വരെ 8 വരെ എൻ്റെ അമ്മ അല്ല LP സ്കൂളിലെ LP അന്ന് 8 വരെ SLT പരീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പത്മനാഭയ്യർ മാഷ് മലബാർ എഡ്യൂക്കേഷൻ ബോർഡായിട്ട് ടേക്കപ്പ് ചെയ്തിട്ടാണ് മറ്റേ സ്കൂൾ വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതെ അദ്ദേഹം പക്ഷെ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തിൽ 7 വരെ എഴുതിയിട്ടുണ്ട്. 8 വരെയാണ് ESLC ആണ്. 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ ഒരു കൊല്ലത്തിൽ പ്രിപ്പറേറ്ററി ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അത് പിന്നീട് തുടങ്ങിയത്. അത് 6-7 കൊല്ലം കഴിഞ്ഞപ്പോ 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് ഞങ്ങളുടെ ആയിരുന്നു. ഞാനും ഉണ്ണീഷും അനിയനൊക്കെ ഇല്ലേ. അപ്പൊ ചിലർക്ക് ഒരു കൊല്ലം കിട്ടി, ചിലർക്ക് ഒരു കൊല്ലം നഷ്ടമായി. 5-ന്ന് 6ലേക്ക് 1/2 ക്ലാസ് വരുന്ന അവരും 6ലേക്ക് അങ്ങനെതായിട്ട്. എനിക്കൊക്കെ ഒരു കൊല്ലം പോയത് എന്താ വെച്ചാൽ എന്റെക്കാൾ ജൂനിയർ എൻ്റെ ഒപ്പം എത്തി. ഞങ്ങളുടെ നല്ല ഉച്ചക്കൊക്കെ നല്ല വെയിലത്ത് നിന്നിട്ട് അവിടെ ത്രോബോളും എല്ലാ സൗകര്യം ഉണ്ടായിരുന്നേ. ഉച്ചക്ക് ഞങ്ങളെ പറമ്പ് കുന്നത്ത് നിന്നിട്ട് ഹയർ സ്കൂൾ അന്ന് ഇതിലിട്ട് കളിക്കായിരുന്നു. ചോട്ടിലെ സ്കൂളിലാണെങ്കിൽ നെല്ലിക്ക ഒരാൾ കല്ലെറിഞ്ഞാൽ കുറവേരുണ്ടാവും പെറുക്കാൻ. ഒക്കെ ഒരു
ഞങ്ങൾ എടപ്പാള് സുമതി ടീച്ചർ അവിടെ പോയപ്പോഴേ ബാലേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓർമ്മയുടെ ഭാണ്ടും കെട്ടഴിക്കാണ്ടാവും പറഞ്ഞു. എന്റെ ചുമ കണ്ടപ്പോഴേ അല്ലല്ല കൊണ്ടിരുന്നു ചെയ്തതിന് മാപ്പ്. അപ്പൊ എന്റെ ചുമ കണ്ട പോലെ വളരെ നിർത്തിട്ടോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറല്ലേ ഇപ്പൊ എന്തോ അസുഖമാണെന്ന് പറഞ്ഞു അല്ലേ? അവർക്ക് എന്താ പറ്റിയ? പാലക്കാട്ട് അവനൊരു അറ്റാക്കായിരുന്നു. അയ്യോ, ഹാർട്ട് അറ്റാക്ക്. അത് സുമതി ടീച്ചർ പറഞ്ഞു ഞങ്ങളോടെ. അപ്പൊ മാറിയില്ലേ? പക്ഷേ എന്താ പറയാ, അവന് ഭയങ്കര വീക്ക്നെസ്, ക്ഷീണം അല്ലേ? അതെ. ഇപ്പോ കഞ്ചിക്കോട് നമ്മുടെ കണ്ണിന്റെ ഒരു ആസ്പത്രിയില്ലേ, അഹല്യ. അഹല്യത്തൊരു കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉണ്ട് ആളെ. കൃഷ്ണൻ തിരുമേനി എന്നാ പറയാ. അദ്ദേഹം ഗാസ്ട്രോ ആൻഡ് ഹാർട്ടാ. അങ്ങോട്ടാ നോക്കണം അവനെ. അങ്ങനെ എന്തായാലും നന്നായി.